അറിവിൻ പൂനിലാവ് വാർത്തകൾ. വടകര കണ്ണൂക്കര മാടാക്കര പള്ളിയിൽ സംഘർഷം, പോലീസ് ലാത്തിവീശി. വടകര കണ്ണൂക്കര മാടാക്കര പള്ളിയിൽ മഹല്ല് കമ്മിറ്റിയും എതിർവിഭാഗവും തമ്മിൽ രൂക്ഷമായ സംഘർഷം. പള്ളിയിലെ ഖത്തീബിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കമാണ് തിങ്കളാഴ്ച രാത്രിയോടെ അക്രമത്തിൽ കലാശിച്ചത്. പോലീസ് സ്ഥലത്തെത്തി ലാത്തിവീശിയാണ് രംഗം ശാന്തമാക്കിയത്. കഴിഞ്ഞ 2 വർഷത്തോളമായി നിലവിലെ ഖത്തീബായ അബ്ദുറഹ്മാൻ ഫൈലി പൊന്മളയെ മാറ്റുന്നതിനെ ചൊല്ലി മഹല്ലിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ അടുത്തിടെ പാണക്കാട് വെച്ച് നടന്ന ചർച്ചയിൽ വെള്ളിയാഴ്ചകളിലെ ജുമാ നിസ്കാരത്തിന് മാത്രം നിലവിലെ ഖത്തീബ് നേതൃത്വം നൽകട്ടെ എന്ന് തീരുമാനമായിരുന്നു. എന്നാൽ നബിദിനത്തോടനുബന്ധിച്ച് പള്ളിയിൽ ഖത്തീബിന്റെ നേതൃത്വത്തിൽ മൗലിദ് പാരായണം നടത്തിയത് ഒരു വിഭാഗം ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് വഴിവെച്ചത്. തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. പ്രശ്ന സാധ്യത മുന്നിൽ കണ്ട് ഉച്ചയ്ക്ക് ചോമ്പാല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭാരവാഹികളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും രാത്രിയോടെ പള്ളി പരിസരത്ത് സ്ഥിതിഗതികൾ വഷളാവുകയായിരുന്നു. മഹല്ല് കമ്മിറ്റിയുടെ വിവരമറിയിക്കലിനെ തുടർന്ന് ചോമ്പാല പോലീസ് പള്ളിക്കുള്ളിൽ പ്രവേശിച്ച് ലാത്തിവീശിയാണ് ആളുകളെ പിരിച്ചുവിട്ടത്. അതേസമയം പള്ളിക്കകത്ത് പോലീസ് പ്രവേശിച്ച് ലാത്തിവീശിയതിനെതിരെ വിമത വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കുമായി അറിവിൻ പൂനിലാവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വടകര കണ്ണൂക്കര മടാക്കര ജുമാ മസ്ജിദിലാണ് പ്രവാചക അധ്യാപനങ്ങളെ പോലും നാണിപ്പിക്കുന്ന സംഘർഷമുണ്ടായത്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മടാക്കര മസ്ജിദ് ഭരണം സംബന്ധിച്ച് ഏറെക്കാലമായി നാട്ടുകാർക്കിടയിൽ തർക്കമുണ്ട്. ഖത്തീബായ പൊന്മള അബ്ദുറഹ്മാൻ ഫൈസി വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥനയ്ക്ക് മാത്രം നേതൃത്വം നൽകിയാൽ മതിയെന്നായിരുന്നു പാണക്കാട് നടന്ന ചർച്ചയിലെ ഒത്തുതീർപ്പ്. ഇന്നലെ മൗലീദ് പാരായണത്തിന് ഖത്തീബ് എത്തിയത് ഒരു വിഭാഗം ചോദ്യം ചെയ്തു. ഖത്തീബിനെ അനുകൂലിക്കുന്നവരും രംഗത്തെത്തിയതോടെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഉപയോഗിക്കേണ്ട അകംപള്ളിയിൽ തർക്കമായി. തർക്കം കൈവിട്ടതോടെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനായി പോലീസുകാർക്ക് പള്ളിയിൽ കയറേണ്ടി വന്നു. പള്ളിയിൽ ആ പ്രാർത്ഥന സമയത്ത് ഇല്ലാത്ത പല ആൾക്കാരും ഒരു സ്വിച്ച് ഇട്ടതുപോലെ അവിടെ എത്തിച്ചേർന്നുണ്ട്. സംഘർഷം ഉണ്ടാക്കാനുള്ള ഭാഗമായിട്ട് ഇവർ പ്ലാൻഡ് ആക്കിയിട്ട് ചെയ്ത ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഇരുവിഭാഗത്തിൽ നിന്നുമായി 4 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും രാത്രിയോടെ വിട്ടയച്ചു. പോലീസ് ലാത്തിവീശിയതിന്റെ കാരണക്കാരാരെന്നതിനെ ചൊല്ലി നാട്ടുകാരിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് പോരടിക്കുകയാണ്. എന്താ സജാറിയും പിന്നെന്താ സുഹാബിയോ ഞാനെന്നുണ്ടല്ലോ, ഇത് തമ്മിലുള്ള തർക്കമാണ്, അല്ലാതെ പീക്ക പ്രശ്നമല്ല. അതായത് രാഷ്ട്രീയക്കാർ ഇടപെട്ട് എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ കിട്ടിയവരും. അതിൽ കുരുവട്ടൂരിൽ പെട്ട ഏതോ ചങ്ങായി, സ്വരിക്കത്തപ്പെട്ട ചങ്ങായി എന്തോ 2 നില കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോന്നും കേൾക്കുന്നുണ്ട്. യാഥാർത്ഥ്യങ്ങൾ വരുന്ന പൊന്നാനെ വരും ഇൻഷാ അല്ലാഹ്. ഇപ്പോഴത്തെ കിട്ടിയവരനുസരിച്ചാണ്.